ഈ തക്കാളി കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ തക്കാളി കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിളവുകളൊക്കെ എന്തോരം നമുക്ക് നല്ല വിളവ് കിട്ടും. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ഗ്രോ ബാഗിനകത്താണ് ഞാൻ തക്കാളി വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രോ ബാഗിനകത്ത് തക്കാളി വെക്കേണ്ടത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ആദ്യം നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഹൈബ്രിഡ് വിത്തുകൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമേ നമ്മൾ മണ്ണൊരുക്കാനായിട്ട് ഇപ്പം മണ്ണിനകത്താണെങ്കിൽ നന്നായിട്ട് കുമ്മായ ഇട്ട് നമ്മൾ ഒരു 2 ആഴ്ച ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് മണ്ണ് ഉപയോഗിക്കണം നിർബന്ധമുള്ളവർ കുറച്ച് മണ്ണ്, ഏറ്റവും കുറച്ച് മണ്ണ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് കരിയില, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ചാണകം, ചകിരിച്ചോറ്, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിനകത്ത് വേണം. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങളിട്ട് നമ്മൾ വേണം ഈ ഗ്രോ ബാഗ് തയ്യാറാക്കാനായിട്ട്. ഈ ഗ്രോ ബാഗ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ തൈ നമ്മൾ ഡ്രൈയിൽ പാകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല വളർച്ചയുള്ള തൈകൾ മാത്രം നമുക്ക് തിരഞ്ഞെടുത്ത് വെച്ചാൽ മതി. എല്ലാ തൈകളും നമുക്ക് ഇതിനകത്ത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പം ഏറ്റവും നല്ലതായിട്ടുള്ളത് ഇപ്പോൾ ഒരു 10 എണ്ണത്തിനകത്തുള്ള ചിലപ്പോൾ നമുക്കൊരു 6 7 നമുക്ക് നല്ല തൈകൾ കിട്ടത്തുള്ളൂ. അപ്പം നല്ല തൈകൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് നമുക്ക് കൃഷി തുടങ്ങാം. അപ്പം ആദ്യം തൈകൾ നമ്മളൊരു 2 ആഴ്ച പരുവത്തിലായ, അതായത് 2-3 ഇല വീഴുന്ന തൈകൾ ആ ഡ്രൈയിലെ ആ ഒരു മണ്ണോട് വേണം നമ്മൾ ഇതിനകത്ത് എടുത്ത് വെക്കാനായിട്ട്. അപ്പം അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇത് പിന്നെ വളർന്നു വന്നോളും. അപ്പം ആ ജൈവ വളങ്ങളിലോട്ടാണ് നമ്മളിത് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വേര് വളരാൻ തുടങ്ങുമ്പോഴത്തേക്ക് 1 ഗ്രാം 19 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഈ ചെടികളിലെല്ലാം തളിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ വളർച്ച നടന്നോളും. അപ്പം പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് ഇത് വീണ്ടും ചെയ്യുക, 10 ദിവസം കഴിഞ്ഞ് ഇത് വീണ്ടും ചെയ്യുക. അപ്പോൾ ഈ NPK 19 ഏകദേശം 19% നൈട്രജനും 19% ഫോസ്ഫറസും 19% പൊട്ടാഷ്യം ചെടിയുടെ ആദ്യത്തെ വളർച്ചയ്ക്ക് ഇത് നല്ലതാണ്. ഏകദേശം 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് അടിച്ചു കൊടുക്കും. കാരണം ഈ മഗ്നീഷ്യം സൾഫേറ്റ് വളങ്ങൾ വലിച്ചെടുക്കാനായിട്ട് ചെടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വളമാട്ടോ. അപ്പം ആ ഒരു മൂലകം നമ്മൾ അടിച്ചു കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് പൂ ഇടാനായിട്ട് തുടങ്ങും. ഒരു 30 40 ദിവസത്തിനുള്ളിൽ ഇത് പൂ ഇടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ ബോറോൺ, അതുപോലെ തന്നെ കാൽസ്യം ആദ്യം സ്പ്രേ ചെയ്യുക. അതിനുശേഷം ഒരാഴ്ച വിട്ടിട്ട് നമ്മളെന്ത് ചെയ്യണം, പൊട്ടാഷ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ പൊട്ടാഷ്യം സൾഫേറ്റ് ഇത് രണ്ടിനകത്ത് ഏതെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ചെടികൾക്ക് നല്ല രീതിയിലുള്ള കരുത്തോട് ആരോഗ്യത്തിലെത്തും. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ഫിഷമിൻ ആസിഡ് മാസത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സീവീഡ് എക്സ്ട്രാക്റ്റ് കിട്ടും, ഇത് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പം ഈ സീവീഡ് എക്സ്ട്രാക്റ്റും അല്ലെങ്കിൽ ഫിഷമിനും അടിച്ചു കൊടുത്തില്ലെങ്കിലും പോലും ഞാൻ ഈ പറഞ്ഞ ബേസിക്കായിട്ടുള്ള വളങ്ങൾ അടിച്ചെടുക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെടികളുടെ ചുവട്ടിൽ മൈക്രോ ന്യൂട്രിയൻ്റ് ഒരു സ്പൂണ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് സ്പ്രേ ചെയ്യേണ്ട, കാരണം അത് വെള്ളത്തിൽ കറക്റ്റ് എല്ലാം ലയിക്കണമെന്നില്ല, നമ്മുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കെന്താ, ഞാനിങ്ങനെ കൃഷി ചെയ്ത കേട്ടോ. അപ്പോൾ എന്നെക്കാട്ടും മേളിൽ എന്നേലും പൊക്കത്തിൽ ഈ ചെടികളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് കൃഷിയിലൂടെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനും പറ്റത്തുള്ളൂ, നമുക്ക് നല്ല ഈൽഡ് കിട്ടത്തില്ല. കാരണം നമുക്ക് നല്ല ഈൽഡ് കിട്ടിയാലല്ലേ നമുക്ക് കൃഷി ചെയ്യുന്നതിനകത്തൊരു ഗുണം ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ വീഡിയോയിലെ കാര്യങ്ങൾ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ പറഞ്ഞു തന്നു. ഈ രീതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തക്കാളി കൃഷിക്കകത്ത്